സിറ്റി സ്കാൻ അപ്ഡേറ്റ്സിലേക്ക്. കേരള രാഷ്ട്രീയത്തിലെ അതികായനും മുസ്ലിം ലീഗിന്റെ സമുന്നത ദേശീയ നേതാവുമായ പി.കെ. കുഞ്ഞാലിക്കുട്ടി വീണ്ടും മന്ത്രിസ്ഥാനത്തേക്ക്. 4 പതിറ്റാണ്ടിലേറെയായി സംസ്ഥാന രാഷ്ട്രീയത്തിന്റെയും ഭരണ സംവിധാനങ്ങളുടെയും കേന്ദ്രബിന്ദുവായി വർത്തിക്കുന്ന അദ്ദേഹം പരിചയസമ്പന്നതയുടെയും നയതന്ത്രജ്ഞതയുടെയും കരുത്തിലാണ് വീണ്ടും മന്ത്രി പദവിയിലേക്ക് എത്തുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മലപ്പുറം നിയോജക മണ്ഡലത്തിൽ നിന്നും കേരള ചരിത്രത്തിൽ തന്നെ സമാനതകളില്ലാത്ത റെക്കോർഡ് ഭൂരിപക്ഷമായ 85,327 വോട്ടുകൾക്ക് വിജയിച്ചാണ് അദ്ദേഹം തന്റെ 10ാം നിയമസഭാ പ്രവേശനം മന്ത്രി പദവിയിലും അലങ്കരിക്കുന്നത്. 1951 ജൂൺ 1 മലപ്പുറം ജില്ലയിൽ മുഹമ്മദ് ഹാജിയുടെയും കെ.പി. ഫാത്തിമക്കുട്ടിയുടെയും മകനായാണ് പി.കെ. കുഞ്ഞാലിക്കുട്ടിയുടെ ജനനം. മലപ്പുറം എം.എസ്.പി. ഹയർ സെക്കൻഡറി സ്കൂൾ, കോഴിക്കോട് ഫറൂഖ് കോളേജ് എന്നിവിടങ്ങളിൽ നിന്ന് സ്കൂൾ കോളേജ് വിദ്യാഭ്യാസം പൂർത്തിയാക്കി. തുടർന്ന് ബി.കോം ബിരുദവും ബിസിനസ് മാനേജ്മെന്റിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമയും കരസ്ഥമാക്കി. ഫറൂഖ് കോളേജ് യൂണിയൻ സെക്രട്ടറിയായി വിദ്യാർത്ഥി ജീവിതകാലത്ത് തിളങ്ങിയ അദ്ദേഹം എം.എസ്.എഫ്. സംസ്ഥാന ട്രഷറർ പദവിയിലൂടെയാണ് പാർട്ടി നേതൃത്വത്തിലേക്ക് ഉയരുന്നത്. ഈ അനുഭവ സമ്പത്ത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗുമായുള്ള അദ്ദേഹത്തിന്റെ ദീർഘകാല രാഷ്ട്രീയ ബന്ധത്തിന് ശക്തമായ അടിത്തറയിട്ടു. 1980 വെറും 29ാം വയസ്സിൽ മലപ്പുറം മുനിസിപ്പാലിറ്റിയുടെ ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ടതോടെയാണ് സജീവ പാർലമെന്ററി രംഗത്തേക്ക് അദ്ദേഹം കടന്നു വരുന്നത്. സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ മുനിസിപ്പൽ ചെയർമാൻ എന്ന ബഹുമതിയും അന്ന് അദ്ദേഹം സ്വന്തമാക്കി. മലപ്പുറം നഗരസഭയിലെ മികച്ച ഭരണത്തിനു ശേഷം 1982 അദ്ദേഹം ആദ്യമായി നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നത്. തുടർന്ന് കേരള നിയമസഭയിലേക്ക് 9 തവണ തെരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹം കോട്ടകളായ മലപ്പുറം, കുറ്റിപ്പുറം, വേങ്ങര എന്നീ മണ്ഡലങ്ങളെ പ്രതിനിധീകരിച്ചു. കേരള സർക്കാരിന്റെ വിവിധ കാലഘട്ടങ്ങളിലായി വ്യവസായം, വിവരസാങ്കേതിക വിദ്യ, സാമൂഹ്യക്ഷേമം, വഖഫ്, ഹജ്ജ്, മൈനിങ് ആൻഡ് ജിയോളജി, മുനിസിപ്പൽ ക്ഷേമം, നഗരവികസനം തുടങ്ങിയ പ്രധാന വകുപ്പുകളുടെ മന്ത്രിയായി അദ്ദേഹം മികച്ച ഭരണം കാഴ്ചവെച്ചു. കേരളത്തിന്റെ ഡിജിറ്റൽ പ്രവർത്തനത്തിന്റെ ശില്പികളിലൊരാളായി വിലയിരുത്തപ്പെടുന്ന അദ്ദേഹം വിവരസാങ്കേതിക രംഗത്ത് കൈക്കൊണ്ട വിപ്ലവകരമായ പദ്ധതികൾ വഴി 2016 കേരളത്തെ ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സംസ്ഥാനമായി പ്രഖ്യാപിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചു. കേരള നിയമസഭയിലെ പ്രതിപക്ഷ ഉപനേതാവായും അദ്ദേഹം ദീർഘകാലം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ദേശീയ രാഷ്ട്രീയത്തിലെ സാന്നിധ്യം കേരള രാഷ്ട്രീയത്തിൽ മാത്രമല്ല, ദേശീയ തലത്തിലും മുസ്ലിം ലീഗിന്റെ മുഖമായി അദ്ദേഹം തിളങ്ങിയിട്ടുണ്ട്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ട്രഷറർ, സംസ്ഥാന ജനറൽ സെക്രട്ടറി തുടങ്ങിയ നിർണായക സംഘടനാ ചുമതലകൾ വഹിച്ച അദ്ദേഹം നിലവിൽ പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറിയാണ്. 2017 മുതൽ 2021 വരെയുള്ള കാലയളവിൽ മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും പാർലമെന്റ് അംഗമായി അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. പാർലമെന്റിന്റെ റെയിൽവേ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗമായും സിവിൽ ഏവിയേഷൻ, വിദേശകാര്യ മന്ത്രാലയങ്ങളുടെ കൺസൾട്ടേറ്റീവ് കമ്മിറ്റികളിലെ അംഗമായും ദേശീയ തലത്തിൽ അദ്ദേഹം പ്രവർത്തിച്ചു. നയതന്ത്രജ്ഞതയും ജനകീയതയും ഭരണപരിചയം, രാഷ്ട്രീയ വിവേകം, വികസനത്തോടുള്ള കാഴ്ചപ്പാട്, പ്രായോഗിക സമീപനം എന്നിവ ഒത്തുചേരുന്ന രാഷ്ട്രീയ വ്യക്തിത്വമാണ് കുഞ്ഞാലിക്കുട്ടിയുടേത്. കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളിൽ വ്യക്തമായ സ്വാധീനമുള്ള മുതിർന്ന നേതാക്കളിൽ ഒരാളായ അദ്ദേഹം മുന്നണി രാഷ്ട്രീയത്തിലെ പ്രതിസന്ധികൾ പരിഹരിക്കുന്നതിലും വികസന അജണ്ടകൾ നടപ്പിലാക്കുന്നതിലും എപ്പോഴും മുന്നിൽ നിന്നു. കെ.എം. ഉമ്മുകുൽസുവാണ് ഭാര്യ. പി.കെ. ആഷിഖ്, പി.കെ. ലസിത എന്നിവർ മക്കളാണ്. റെക്കോർഡ് ഭൂരിപക്ഷത്തോടെ വീണ്ടും നിയമസഭയിലെത്തി മന്ത്രി പദവിയിലേക്ക് ഉയരുമ്പോൾ സംസ്ഥാനത്തിന്റെ ഭാവി വികസന കുതിപ്പിന് പി.കെ. കുഞ്ഞാലിക്കുട്ടിയുടെ സാന്നിധ്യം വലിയ ഊർജമാകുമെന്നുറപ്പാണ്. മൊബൈൽ ഫോണുകളുടെയും ഡിജിറ്റൽ ഗാഡ്ജറ്റുകളുടെയും മാസ് കളക്ഷനുമായി ഗൾഫോണിന്റെ 7ാമത്തെ ഷോറൂം മെയ് 20 വളാഞ്ചേരിയിലും. മെയ് 30 വരെ നീണ്ടു നിൽക്കുന്ന ഗൾഫോൺ വളാഞ്ചേരിയുടെ ഉദ്ഘാടന ഓഫറിലൂടെ ഓരോ പർച്ചേസിനൊപ്പം നേടാം ഉറപ്പായ നിരവധി സമ്മാനങ്ങൾ. റേപ്പർ ബേബി ജിൻ ചീഫ് ഗസ്റ്റായി എത്തുന്ന ഗൾഫോൺ വളാഞ്ചേരിയുടെ ഗ്രാൻഡ് ഇനോഗ്രേഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഗൾഫോൺ കോഴിക്കോട് റോഡ് നിയർ വിശാൽ മാർട്ട് വളാഞ്ചേരി.